നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ മിനിങ്ങാന്ന് കണ്ടിട്ട് ഇത് വന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ഒരു സോക്കറ്റാണ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. 290 305 ആണ് ഞാൻ പേ ചെയ്തത്. അത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ 20 റുപ്പീസ് അങ്ങോട്ട് എക്സ്ട്രാ വരും. അപ്പം അത് കുറച്ചാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പവർ സോക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഒരു പവർ സോക്കറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് പവർ സോക്കറ്റ്, അപ്പോൾ ഇതിൻ്റെ അണ്ടറിലാണ് പവർ സോക്കറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ സാധനമാണ് ഇവിടെ നമ്മൾ ഇത് വെക്കേണ്ടത്. ഇവിടെ ഒരു USB കേബിളുണ്ട്. അതിൽ USB കേബിള് പ്ലസ് അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ സിഗരറ്റ് ലൈറ്റർ ഞാൻ ഉപയോഗിക്കാറില്ല, അപ്പോൾ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു യൂണിറ്റ് മേടിച്ചു. അപ്പോൾ നോർമലി ജിമിനിയുടെ എല്ലാ സാധനങ്ങളും അഡീഷണൽ ആക്സസറീസ് ഭയങ്കര റേറ്റാണ് വരുന്നത്. റേറ്റ് എന്ന് പറയുന്നത് ചില്ലറ റേറ്റ് ഒന്നുമല്ല, നല്ല എമൗണ്ടിലാണ് വരുന്നത്. അപ്പം ഞാനിപ്പം ഈ ഇത്രയും പൈസ നമ്മൾ മുടക്കി എടുക്കണ്ട എന്നുള്ള ഇതിൽ ഈ ചില്ലറ ഐറ്റങ്ങൾ നമുക്ക് ഒരു കുറഞ്ഞ രീതിയിൽ നമുക്ക് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഉള്ള പ്രോഡക്റ്റ്സ് ഇപ്പം ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കാരണം നമുക്കൊരു 4-5 ഫോൺ കുത്തണമെങ്കിൽ നമുക്കൊരു പാടാണ്. പിന്നെ ജിമിനിയുടെ ഫ്യൂച്ചർ 4x4 ഫ്യൂച്ചറസ് എന്ന് പറഞ്ഞുണ്ട്. പിന്നെ ഒരുപാട് അല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ ഭയങ്കര റേറ്റാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതെനിക്ക് 300 രൂപ കൂട്ടിയാൽ 300 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സോക്കറ്റ്, ഒരു സെറ്റ് ഒരെണ്ണം ജിമിനിക്ക് വേണ്ടി ആക്സസറീസിൽ ഇറക്കുന്നുണ്ട് പ്രൈവറ്റ് കമ്പനീസ്, മാരുതിയുടേതല്ല. അപ്പോൾ അത് നമ്മൾ മേടിക്കുമ്പോൾ നല്ല എമൗണ്ടാണ് മേടിക്കുന്നത്. 1800 രൂപയൊക്കെയാണ് ആ ഒരു യൂണിറ്റിന് മേടിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ ചാർജിങ് വേണം, ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതൊരു റഗ്ഡ് ലുക്കാണ്. എനിക്ക് മാച്ച് ആവണ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന അത്രയും നമുക്ക് ഒരു 300 രൂപയുടെ ഐറ്റത്തിൽ കിട്ടുമെങ്കിൽ നമുക്കത് മതിയാകും. ഒരെണ്ണം കേടായാലും അടുത്ത മേടിക്കും. പിന്നെ അതൊരെണ്ണം ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അത്രയും എമൗണ്ട് മുടക്കണം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. USB കാർ ചാർജറാണ്, 5 വാട്ടാണ്. അതേപോലെ ബ്ലൂടൂത്ത് എല്ലാം ഉള്ളതാണിത്. പ്രോഡക്റ്റ് കാണിച്ചിരുന്നത് ചൈനയുടെ സാധനമാണ്, വലിയ ഇതൊന്നുമില്ല. 3.1 ആംപിയർ വിത്ത് USB ഔട്ട്പുട്ടാണ്. 2 ലാപ്ടോപ്പ് ഓർ മൊബൈൽ ഫോൺ ചാർജിങ് സൈമൾട്ടേനിയസ്ലി ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോയാലും നമുക്ക് 300 രൂപ പോകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അല്ലാതെ ലോക്കൽ മാർക്കറ്റിന് ഈ ഒരു കേബിൾ മേടിച്ചായിരുന്നു. ഇത് ആക്ച്വലി USB ഒത്തിരി പവർ കേബിളാണ്. ഒത്തിരി കനം കൂടുതലാണ്, പെട്ടെന്ന് ഡാമേജ് ആവത്തില്ല. അതേപോലെ ഇതിൻ്റെ ഷോർട്ട് ലെങ്ത്താണ്. അപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് എൻ്റെ അത് ഞാൻ ഹോൾഡർ ഇവിടെ ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു വയ്ക്കപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യമേ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ ഇത് പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അപ്പോൾ അതിൽ കാണിക്കുന്നത് 12.5 എനിക്ക് സമയമാണെന്ന് തോന്നുന്നു, ഉച്ചക്കത്തെ സമയമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൽ 4 എണ്ണം ഉണ്ട്. ഒരു ചെറിയ നമ്മളെ സി കേബിൾ ചാർജ് ചെയ്യുന്ന ഒരു പോർട്ടും വരുന്നുണ്ട്. ഈ സി കേബിൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഇതാണ് സി കേബിൾ വരുന്നത്. ഇതേപോലെ വരും. നോർമലി പുതിയ മൊബൈൽസിനൊക്കെ സി ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുത്തിയിട്ട് ഇതിൽ നിന്ന് റിട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് വല്ല ലാപ്ടോപ്പിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ടും ഇത് തിരിച്ച് ലാപ്ടോപ്പിൽ കുത്തി ലാപ്ടോപ്പിലേക്ക് പോകും. അതേപോലെ
അത് ഇതിൻ്റെ കുഴപ്പമില്ല. ഈ കേബിളിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒത്തിരി സ്ട്രോങ് ആണ്, പെട്ടെന്നൊന്നും ഊരി പോകത്തില്ല. അത് ഞാൻ എല്ലായിടത്തും ഈ കേബിൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ്ട് ഈ പോർട്ടുള്ള നമുക്ക് ഉപയോഗിക്കാം. കളർ ഡിഫറൻസ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതിൽ വിഷയങ്ങളൊന്നുമില്ല. ഇനി ഇതൊരു മൊബൈലിലേക്ക് നമുക്ക് ചാർജ് കുത്തി ചാർജിങ് നോക്കാം എങ്ങനെയാണ് നടക്കണേന്ന്. അപ്പോൾ ഞാൻ ഈ ഫോണൊന്ന് ഹോൾഡ് ചെയ്യട്ടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പാകത്തിന് പറ്റുമല്ല. ഓക്കെ, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഞാനൊരു ഫോൺ എടുത്ത് അപ്പോൾ ഞാനിതിപ്പോൾ ഫോണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് കേബിൾ കുത്തി ഫോണ് ഇതിൽ ചാർജിങ് നടത്തുന്നുണ്ട്, ചാർജിങ് കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിതിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ജിമിനിയിൽ എങ്ങനെയാണ് എൻ്റെ സെറ്റിങ്സ് ഉണ്ടോ ഇല്ലയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയാണിത് വരുന്നത്. ഇതിൽ കാണിച്ചുള്ള ഡിജിറ്റൽസ് അത്രയൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ 300 രൂപയ്ക്ക് ഓക്കെയാണ്. കാരണം നമുക്കൊരു 4 കേബിൾ ചാർജിങ് മോഡ് നമുക്ക് എടുക്കാം. എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്കൊരു 3-4-5 ഫോൺ കാണും കയ്യിൽ. പിന്നെ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചാർജ് ഈസിലി ചെയ്യാം. മറ്റേന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെ കാണും. അതിൽ നമുക്ക് സിഗരറ്റിൻ്റെ അതും എക്സ്ട്രാ ആയിട്ട് കിട്ടും. പിന്നെ അത് കുറച്ചുകൂടെ പൈസ കൂടുതലാണെന്നേ ഉള്ളൂ അതും. പക്ഷേ ഇതിൽ നമുക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടും. ഓൾറെഡി നമുക്കിതിലിപ്പോൾ എനിക്കൊന്ന് 6-7 പോർട്ട് നമുക്ക് കിട്ടും. കാരണം ഇതിൽ ഓൾറെഡി 6 ഉണ്ട്. സിയുടെ 2 നോർമൽ USB-യുടെ ഇതുമുണ്ട്. പിന്നെ എനിക്കൊന്ന് ഇതിൽ പാട്ട് നമുക്ക് USB-യിൽ ഉണ്ടെങ്കിൽ USB വെച്ചിട്ട് നമുക്ക് പാട്ട് ഇതിൽ നിന്ന് കൂടെ നമ്മൾ സ്പീക്കറിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി വരാൻ പോണതിൽ ഞാൻ ജിമിനിയുടെ ഏതൊക്കെ ഐറ്റം മേടിച്ചിട്ടുണ്ട്. 2-3 ഐറ്റം മേടിച്ച്, ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ഐറ്റം മേടിച്ച്. അപ്പോൾ അത് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജിമിനിയെക്കുറിച്ച് ഇനിയും വരുന്നതായിരിക്കും. വണ്ടിനെ കുറിച്ച് പറയാനൊന്നുമില്ല. വണ്ടി വളരെ നല്ലതാണ്. പെട്രോൾ കുടിക്കുമെന്ന് മാത്രമുള്ള ഒരു വിഷയം മാത്രമാണ്. പക്ഷേ മറ്റ് ഓഫ് റോഡിങ് വണ്ടീനെ കാട്ടി ബെറ്ററാണ് ജിമിനി. കാരണം എന്ന് വെച്ചാൽ ഇതിന് മൈലേജിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. 17, 16, 15 ഇങ്ങനെ പല റേഞ്ചിന് മൈലേജ് തരുന്നുണ്ട് ഹൈവേ ഓടപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ഓട്ടിക്കുന്ന രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ സിറ്റിയിനകത്ത് നിങ്ങൾ കയറി അധികം സിറ്റി ഡ്രൈവ് ഉണ്ടെങ്കിൽ 12, 10 അതിൻ്റെ അപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത്രേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് വണ്ടീനെ കുറിച്ച് ഇനി ഞാൻ ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.